ആശാവർക്കർമാരുടെ പൈസ തീരുമാനമായോ സാർ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് മാത്രമല്ല, സമരം 13ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രതിനിധി സുനിഷ അയ്യല്ലൂർ അവർക്കൊപ്പമുണ്ട്. ആശാവർക്കർമാരുടെ അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. സുനിഷ അയ്യല്ലൂർ സമരം ചെയ്യുന്ന സമരക്കാർക്കൊപ്പമുണ്ട്. പിന്നിലുള്ള പോസ്റ്ററുകളൊക്കെ പ്രേക്ഷകർക്ക് കാണാം. അടിമകളല്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ നാഡീ സ്പന്ദനങ്ങളാണ്. സുനിഷയുടെ പിന്നിൽ അവരിപ്പോഴും ഇരിക്കുന്നു. 13ാമത്തെ ദിവസമാണ്. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. സുനിഷ, നമുക്ക് ഗുഡ് മോർണിംഗ് ആണെങ്കിലും ആശാവർക്കർമാർക്ക് അത്ര നല്ല മോർണിംഗ് അല്ല. അനുനയ നീക്കത്തിലാണ് സർക്കാരെങ്കിലും തീരുമാനങ്ങളിൽ ഈ പറയുന്നത് പോലെ തങ്ങളുടെ ആവശ്യങ്ങൾ പ്രതിഫലിക്കാത്തിടത്തോളം സമരം പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണോ നമ്മുടെ ആശാവർക്കർ ചേച്ചിമാർ? അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ അതേ നിലപാടിൽ തന്നെയാണ് ഈ ആശാവർക്കർമാർ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നതിലപ്പുറം മറ്റൊരു ആവശ്യവും ഇവർ പറയുന്നില്ല. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിലൊരു തീരുമാനമാകുന്നത് വരെ ഏതായാലും പ്രതിഷേധം തുടരുമെന്നതാണ്. കാരണം ഈ നമ്മൾ കാണുന്നതാണ്, രാവിലെ വന്നാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും ഒക്കെ ഇവരുടെ ആവശ്യം നേടിയെടുക്കാനായി ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ പറഞ്ഞതുപോലെ ഇതാ ഓരോ ഇടത്തായി 13ാം ദിവസമാണ് ഈ രാപ്പകൽ സമരം എത്തുന്നത്. നിരവധി ആവശ്യങ്ങൾ അവർ തുടക്കം മുതൽ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടപ്പോഴും പറഞ്ഞിരുന്നത് സമൂഹത്തിന് വേണ്ടി വലിയ രീതിയിൽ സംഭാവന ചെയ്യുന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ രീതിയിൽ ഇവർക്ക് ലഭിക്കുന്ന തുച്ഛവേതനം എന്ന് പറയുമ്പോൾ തന്നെ അത് വിരോധാഭാസമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒരുപോലെ ഒരുമിച്ച് നിന്ന് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പറയുന്നത്. ഏതായാലും ഇവരുടെ ജോലി സാഹചര്യം, ജീവിത നിലവാരം ഒക്കെ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യേണ്ടത് ഓരോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമാണ് എന്നത് തന്നെയാണ്. ചേച്ചി, സമരത്തിലേക്ക് സമരം ശക്തിപ്പെടുത്തുക എന്നത് തന്നെയല്ലേ? ശക്തിപ്പെടുത്തുക തന്നെയാണ് നമ്മളെ ഉദ്ദേശം. നമ്മൾ ഈ കഷ്ടതയെല്ലാം കണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മളെ ഇവിടെ വന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം. ഇന്ന് 13 ദിവസമായി ഞങ്ങൾ ഇവിടെ വന്ന് ഈ വെയിലും ചൂട്, ഇനി ഈ വെയിലത്ത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂട് സഹിക്കാൻ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്. അത് മന്ത്രി മനസ്സ് വെച്ച് ഈ സമര പന്തലിൽ വന്ന് നമ്മൾ ആവശ്യങ്ങൾ അംഗീകരിച്ച് അതിനൊരു പോംവഴി മന്ത്രി ഉണ്ടാക്കണം. ബഹുമാനപ്പെട്ട മന്ത്രിയോട് താഴ്മയായി പറയുകയാണ്. ഇതാണ് ഇവർ ഓരോരുത്തരും ഇത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് സർക്കാർ ഇതിനെ കണ്ടതെന്ന് നമ്മൾ കണ്ടതാണ്. പിന്നീട് അനുഭാവപൂർണ്ണമായ സമീപനമാണ് ഉള്ളത് എന്നും അത്തരത്തിലുള്ള അനുനയ നീക്കങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം അടക്കം ധനമന്ത്രി പറഞ്ഞത് അനുഭാവപൂർണ്ണമായ നിലപാടാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ കേന്ദ്രം പണം നൽകേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ നിലവിൽ ഇവർ പറയുന്നത്, നേരത്തെ തന്നെ മന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ കേരളത്തിലാണ് ഓണറേറിയം ഏറ്റവും അധികം നൽകുന്നത് എന്നതടക്കമുള്ള വാദം തെറ്റാണ്. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇതിനേക്കാൾ അപ്പുറം ഓണറേറിയം അടക്കം നൽകുന്ന സംസ്ഥാനങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നൊരു നിലപാട് കൂടി എടുക്കുന്നത് എന്നതാണ്. ചേച്ചി, ഇനിയൊരു ചർച്ചയ്ക്ക് വിളിക്കേണ്ടതുണ്ട് എന്നുള്ളതല്ലേ ആവശ്യം? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ അംഗീകരിക്കണമെന്നാണ് ഞങ്ങൾ, അതിനു വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അവരെ ഞങ്ങൾ വിളിക്കണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ നടത്തിത്തരണം. അതിനുള്ള ഉത്തരവാദിത്വം ഈ ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരും പോയി അവാർഡുകൾ മേടിക്കുന്നത്. കേരളം നമ്പർ 1 ആണെന്ന്, ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് കേരളമെന്നും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സുഖസൗകര്യങ്ങളോടുള്ള ആരോഗ്യ പദ്ധതികൾ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് അവർ അവകാശപ്പെടുമ്പോൾ അതിൻ്റെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിമാൻഡ് തീർച്ചയായും സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങളിരിക്കുന്നത്. മന്ത്രി പറയുന്നത് ഈ കേരളത്തിലാണ് ഓണറേറിയം ഏറ്റവും അധികം കൊടുക്കുന്നത് എന്നതായിരുന്നു. അതിനോട് എന്താ പറയാനുള്ളത്? കേരളത്തിലല്ല, മറ്റു സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ വിലക്കയറ്റം നമ്മളെങ്ങനെ താങ്ങി നിൽക്കും? ഇത്രയും തന്നിട്ടും നമുക്ക് വിലക്കയറ്റത്തിൽ നമുക്ക് ജീവിതം പറ്റുന്നില്ല. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ വിലക്കയറ്റം കുറവാണ്. പിന്നെ നമ്മൾ ജീവിത സാഹചര്യങ്ങളെ ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കൂട്ടി, എല്ലാത്തിനും വർധനവും. അപ്പം നമുക്ക് ഈ 7000 രൂപ കൊണ്ട് നമുക്കൊന്നും ആവില്ല. ചേച്ചി, സമരം ശക്തിപ്പെടുത്തുകയാണ്. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ അവർ താരതമ്യപ്പെടുത്തുമ്പം ആരോഗ്യമന്ത്രി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കേരളത്തിനെ പോലെ വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെയില്ല.
അതുപോലെ തന്നെ കറണ്ട് ബില്ല് ഇന്ന് സാധാരണക്കാരായ ഒരാൾക്ക് താങ്ങാൻ പറ്റുന്ന ബില്ലല്ല. വാട്ടർ ബില്ല് നമുക്ക് വെള്ളം കുടിക്കാതെ കിടക്കാൻ പറ്റൂലല്ലോ. വാട്ടർ ബില്ല് ഇന്ന് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റൂല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനെല്ലാം എത്ര രൂപയാണെന്നുള്ളതും കൂടെ ആരോഗ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. 7,000 രൂപ നമുക്ക് കിട്ടുന്ന 7,000 രൂപയിൽ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, മറ്റ് അരി, 1 കിലോ അരി കേരളത്തിൽ എത്ര രൂപയാണെന്ന് നമ്മൾ പറയേണ്ട, എല്ലാവർക്കും അറിയാം. ഈ താരതമ്യപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിലും കൂടെ ഒന്ന് തിരക്കി നോക്കിയാൽ കൊള്ളാം അവിടെ അരിക്ക് എത്ര രൂപയായിരിക്കുമെന്ന്. ഇതുപോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റമുള്ളതും ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം. അപ്പം കേരളം നമ്പർ 1 എന്ന് പറയുന്നത് വിലക്കയറ്റത്തിൽ നിന്നും നമ്പർ 1 ആണ്. അപ്പം കൂടുതൽ ഈ 7,000 രൂപ അവിടെ 5,000 കിട്ടുന്നുള്ളൂ, 6,000 കിട്ടുന്നുള്ളെന്ന് മന്ത്രി പറയുമ്പോൾ മന്ത്രി ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ സംസ്ഥാനങ്ങളിൽ 5,000 രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ കൂടുതൽ തരുന്നു, 7,000 തരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിലക്കയറ്റത്തിൽ 7,000 രൂപ കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അതും കൂടെ ഒന്ന് താരതമ്യ പഠനം നടത്തിയിട്ട് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് നന്നായിരിക്കും. അരുൺ, ഇതാണ് ഇവർക്ക് മറുപടിയായി നൽകാനുള്ളത്. ഈ പറഞ്ഞതുപോലെ ജീവിത സാഹചര്യങ്ങൾ മാറി, ചുറ്റുപാടുകൾ മാറി. അപ്പോൾ ഇപ്പോഴും ഇതേ രീതിയിൽ ഇതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുന്നതിൽ എന്താണ് ശരി എന്നുള്ളത് തന്നെയാണ് ഇവർ ചോദിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുക എന്നതാണ്. കോൺഗ്രസ് കൂടി ഈ സമരം ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്നെ KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇവിടെ എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരും ഇവിടെ എത്തുന്നുണ്ട് എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിലേക്ക് തന്നെ സമരം മാറുമെന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് പോലെ. വായിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു. ആ പുറകെയുള്ള ബാനറുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് 21,000 രൂപയായിട്ട് ഉയർത്തുക, അതേപോലെ അനുകൂല്യമായി വിരമിക്കൽ അനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ആശമാരുടെ ഓണറേറിയത്തിൻ്റെ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക എന്നുള്ളതാണ്. എനിക്കൊന്ന് മുഴുവൻ മാനദണ്ഡങ്ങളും ഇതിനകം തന്നെ പിൻവലിച്ചിട്ടുണ്ട് എന്നാണ്. അക്കാര്യത്തിലൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. PSC മെമ്പർമാർക്ക് ശമ്പളം കുത്തനെ കൂട്ടുന്ന ആശാമാർക്ക് ആട്ടും തുപ്പും എന്ന് പറയുന്നു. ആശാവർക്കർമാർ അടിമകളല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ അമ്മമാരോട് ആശാമാരോട് സർക്കാർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ പ്രേക്ഷകർക്ക് സുനിഷ അയ്യല്ലൂരിൻ്റെ പിന്നിൽ ഈ ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ വേദിയിൽ കാണാം. അവരുടെ ആവശ്യങ്ങൾ പലതും ന്യായമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരിൽ പലരും വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞു. വിലക്കയറ്റത്തെക്കുറിച്ച് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട്, അതായത് കഴിഞ്ഞ ഈ വർഷം തുടക്കത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് ദേശീയ ശരാശരി 6.7% ദേശീയ ശരാശരി 4.31% കേരളത്തിൻ്റെ വിലക്കയറ്റത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 6.7% എന്ന് പറയുന്നുണ്ട്. എന്തായാലും വിലക്കയറ്റമടക്കം എല്ലാ കാര്യങ്ങളും കേരളത്തിൽ പൊതുവെ ജീവിത ചെലവ് കൂടുതലാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അവിടെയാണ് ഒരു ദിവസം 233 രൂപ മാത്രം ലഭിക്കുന്ന ഒരു ഓണറേറിയം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ മറ്റ് ഇൻസെൻറ്റീവുകളും കേന്ദ്ര ഇൻസെൻറ്റീവുകളും വരെ പരമാവധി 13,500 രൂപ വരെ ലഭിക്കാം. പക്ഷേ അതിൽ ലഭിക്കുന്നത് വളരെ കുറച്ച് ആശാവർക്കർമാർക്ക് മാത്രമായിരിക്കും, ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്ന ഘട്ടത്തിൽ മാത്രം.